ഹലോ, അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു ക്രാഫ്റ്റ് ടി ബി. നമ്മൾ ബോട്ടിലിൻ്റെ സാധാ മൂടി ഇതേപോലെ ആക്കിയെടുക്കുന്നതിൻ്റെ ഒരു കുട്ടി വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ മിൽമയുടെ ഗീയുടെ ചെറിയൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൻ്റെ മൂടി ഊരിയിട്ട് പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ ഉള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലൊക്കെ ഞാനൊന്ന് പൊളിച്ച് കളയുന്നുണ്ട്. ഞാനിവിടെ സാധാ ബോട്ടിലെടുത്ത് കുറച്ചൊരു നല്ല ഭംഗിയുള്ള ബോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഡെക്കറേഷൻ പീസൊക്കെ ആയിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ക്ലേ ആണ്. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്ലേ മേടിക്കുന്നത് മീഷോ എന്നാണ്. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ക്ലേ ഉണ്ടാക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കോൺഫ്ലവറും അതേപോലെ ഗ്ലൂ ഒക്കെ മേടിക്കണം. ആ പൈസേനെക്കാട്ടും കുറവിൽ മീഷോയിൽ ക്ലേ കിട്ടുന്ന സമയത്ത് അതല്ലേ ബെറ്റർ. അപ്പം ഞാൻ എപ്പോഴും മീഷോന്ന് ക്ലേ മേടിക്കാറാണ് പതിവ്. ഇതിന് അറൗണ്ട് 99 റുപ്പീസ് എങ്ങാനായിരുന്നു ഞാൻ മേടിക്കുമ്പം. അപ്പം ഇത് കുറേ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് ആവശ്യത്തിൽ കുറച്ച് ക്ലേ പീസ് ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എയർ ഡ്രൈ ക്ലേ ആണ്, ആവശ്യത്തിലുള്ള മാത്രം എടുത്ത് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ട് ചെയ്യിപ്പോള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് കോൺഫ്ലവറോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ഫ്ലോർ എടുത്തിട്ട് ഇതിൻ്റെ മേലെ ആക്കി കൊടുക്കുന്നുണ്ട്. ബിക്കോസ് അവിടെ മൊത്തം പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്ലോർ എടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരിയ പീസായിട്ട് നീളത്തിൽ കുറേ റൗണ്ട് രീതിക്ക് മുറിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, അപ്പോൾ പറയുന്നതിനെക്കാട്ടും കൂടുതൽ കാണിക്കുമ്പോൾ മനസ്സിലാവും വിചാരിക്കുന്നുണ്ട്. ഇതേപോലത്തെ പീസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒറ്റയടിക്ക് വലിയ പീസ് ഉണ്ടാക്കുന്നതിന് പകരം ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ട് പിന്നെ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഭയങ്കര ചെറുതുമായി പോകണ്ട, അത്യാവശ്യം ഒരു ലെങ്ത്തിൽ എടുത്തിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ജോയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്, അതവിടെ നിൽക്കും, ഇല്ലെങ്കിൽ പോയി പോരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എടുത്ത ഓരോ പീസും ഇതേപോലെ റൗണ്ട് ആക്കിയിട്ട് ആക്കി കൊടുക്കണം. ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചത് ഇതേപോലെ റൗണ്ട് ആക്കിയിട്ട് പിന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുക ചെയ്തത്. മൊത്തം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കൊണ്ട് ഒന്നും കൂടി പ്രസ്സാക്കി കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ വേഗം അങ്ങോട്ട് എതിർത്ത് പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഏകദേശം ഒരു റൗണ്ട് ആവുന്ന രീതിക്ക് വരെ ഇങ്ങനെ പീസുകളായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആക്ച്വലി മൂടി എടുത്തിട്ട് എത്രത്തോളം ലെങ്ത്തിൽ നമ്മൾക്ക് ഇത് ഉണ്ടാക്കണം എന്ന് നോക്കണം. അപ്പോൾ ഞാൻ മൂടി എടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ഉണ്ടാക്കിയ സാധനം ഒന്ന് വെച്ച് നോക്കുകയാണ് ചെയ്തത്. ഇനി ഇത് മൂടിയുടെ മേലെ നന്നായിട്ട് പറ്റി പിടിക്കാൻ വേണ്ടി പിന്നെ ഞാൻ മൊത്തം മൂടിയുടെ മേലെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ മൊത്തമായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. വെള്ളം യൂസ് ചെയ്തിട്ട് ചെയ്യണം, അങ്ങനെയാകുമ്പോൾ അവിടെ ഒട്ടിപ്പിടിച്ച് നിന്നോളും മൂടിയായിട്ട്, ഇല്ലെങ്കിൽ വേഗം അത് എടുത്തു പോരാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ കേസിൽ ഞാൻ കോൺഫ്ലവർ യൂസ് ചെയ്തതിനുണ്ട്. ആ കോൺഫ്ലവർ ആയ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോരുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വെള്ളം യൂസ് ചെയ്തിട്ട് വേഗം ഒന്ന് അമർത്തി കൊടുക്കുകയാണ് ചെയ്തത്. ഏകദേശം ഒരു സ്പൈറൽ രീതിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വെള്ളം യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഏകദേശം ഇങ്ങനെ ആയതിന് ശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ എയർ പിന്ന് യൂസ് ചെയ്തിട്ട് പിന്നെ മൊത്തമായിട്ട് അതിൻ്റെ ലൈനൊക്കെ ഒന്ന് വരച്ചെടുത്താണ് ചെയ്തത്. ലൈന് മൊത്തമായിട്ട് സെറ്റാക്കി എടുത്തപ്പം ഏകദേശം ഇതേപോലെ ഉണ്ട്. ഇനിയിപ്പം മേലെ വെക്കാനുള്ള സ്റ്റാറാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ആക്ച്വലി ആദ്യം സ്റ്റാർ അല്ല, ഞാനൊരു ആളുടെ ഷേപ്പായിരുന്നു മേലെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയത്, പക്ഷെ അത് ശരിയായില്ല. അപ്പോൾ അവസാനമാണ് ഞാൻ സ്റ്റാർ ഇതേപോലെ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കൂർമ്പുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇത് പെട്ടെന്ന് കട്ട് ചെയ്യാവുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ല. അപ്പോൾ ഇതേപോലെ സ്റ്റാർ ആയി കഴിഞ്ഞിട്ട് അതും ഞാൻ ഏകദേശം വെള്ളം യൂസ് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റാർ അതിൻ്റെ മേലെ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എൻ്റെ കേസിൽ ആക്ച്വലി ഞാനിത് ഉണക്കാൻ വെച്ച സമയത്ത് സ്റ്റാർ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അത് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കുക, പക്ഷെ ഞാൻ പറയുന്നത് ബെറ്റർ ആയിട്ട് നമ്മൾ നല്ലപോലെ വെള്ളം യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഏകദേശം ഇതേപോലെ ഇരിക്കും മൊത്തമായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇതിനെ ഡ്രൈ ചെയ്യാൻ വെക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിത് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഉണ്ട്. അവസാനം ഉണക്കിയെടുത്തപ്പം ഭയങ്കര കട്ടി കഴിഞ്ഞിട്ട് എടുത്ത സമയത്ത് എൻ്റെ സ്റ്റാറിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അത് നല്ലപോലെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇടയിൽ വെച്ച് ഞാൻ പെയിൻറ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അത് എടുത്തു പോകുന്നത്. അപ്പം ഞാൻ പെയിൻറ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് എൻ്റെ ഇതിൻ്റെ മേലെ സ്റ്റാർ ഇല്ല. അപ്പം ഞാൻ ആദ്യം മൊത്തമായിട്ട് വൈറ്റ് കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ടോട്ടൽ 2 വട്ടം മൊത്തമായിട്ട് വൈറ്റ് കൊണ്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തമായിട്ട് ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റാറും കൂടി ചെയ്തിട്ട് സ്റ്റാർ അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായി. ഇനി റെഡ് കളർ കൊടുത്തിട്ട് അതിനെ ഒന്ന് നമ്മൾ ഉദ്ദേശിച്ച ആ സ്പൈറൽ ഷേപ്പിൽ ആക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഒന്ന് ഇടവിട്ട് വേണം പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യത്തെ താഴത്തെ ലെയറിൽ ഞാൻ ഇതേപോലത്തെ സ്ക്വയറുള്ള ബ്രഷാണ് യൂസ് ചെയ്തത്. അതാകുമ്പോൾ ഒറ്റ അടിക്ക് ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇത്തിരി വിട്ട് ഇതേപോലെ ഞാനിങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ താഴത്തെ ലെയർ മൊത്തമായിട്ട് ഇത്തിരി വിട്ട് ഇതേപോലെ അങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മേലത്തെ ലെയർ വരുന്ന സമയത്ത് താഴത്തെ ലെയറിൽ ഇല്ലാത്ത സ്ഥലത്ത്, അതായത് 2 വരുമ്പോൾ അതിൻ്റെ നടുവിലായിട്ട് വേണം പെയിൻറ് ചെയ്ത് കൊടുക്കാൻ. നിങ്ങൾക്കിത് കാണുമ്പോൾ കൂടുതൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ മേലെ കാണുന്ന എല്ലാ ലെയറിലും ഇതേപോലെ പെയിൻറ് അടിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ എൻ്റെ സ്റ്റാർ വീണ്ടും എടുത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത സ്റ്റാറിനെ മൊത്തമായിട്ട് റെഡ് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഞാൻ വൈറ്റ് കൊണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക ചെയ്തത്. മൊത്തമായിട്ട് പെയിൻറ്റ് അടിച്ചിട്ടാണ് ഞാൻ സ്റ്റാറിനെ ഒട്ടിച്ചെടുത്തത്. അപ്പം അവിടെ നല്ലപോലെ നിൽക്കുന്നുണ്ടായി. അപ്പോൾ ഇതാ എൻ്റെ ഇതേപോലെയുള്ള ബോട്ടിൽ ക്യാപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം ക്യൂട്ടായി കിട്ടുന്ന ഏതെങ്കിലും ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്തിട്ട് ആ ബോട്ടിലിനെ കുറച്ചുകൂടി ഒന്ന് ക്യൂട്ടാക്കി വെച്ചോളി. അപ്പോൾ വീഡിയോ എടുക്കാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടി ഞാൻ വൈറ്റ് എന്തെങ്കിലും കിട്ടുമോ നോക്കിയപ്പോൾ പൊരിയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ പൊരി എടുത്ത് ഇതിനകത്ത് ഇട്ടതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പം പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ലൈക്ക് ചെയ്യാനും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്.